കാസർഗോഡ് ജില്ലയിലെ അധികം ആരും അറിയപ്പെടാതെ പോയ അനേകം പ്രതിഭകളുണ്ട്. അവരിൽ ഒരാളെയാണ് ചിത്രാഞ്ജലി ആർട്സിലൂടെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കാഞ്ഞങ്ങാടിന് വടക്ക് പെരിയയ്ക്കടുത്ത് കൂടാനം നീലമന കുടുംബാംഗമായ കുറ്റിക്കോൽ ശങ്കരൻ എമ്പ്രാന്തിരി. കറ്റക്കാർ വേണിയാളാം ധരയുടെ പതിയായുറ്റവർക്കിഷ്ടനായി. കറ്റക്കാർ വേണിയാളാം ധരയുടെ പതിയായുറ്റവർക്കിഷ്ടനായി. കുറ്റിക്കോലപ്പനായിട്ടിഹ പരസുഹൃതം തീർത്ത സന്മൂർത്തിയാ. കുറ്റിക്കോലപ്പനായിട്ടിഹ പരസുകൃതം തീർത്ത സന്മൂർത്തിയാ. തേർത്തട്ടിൽ സൂതനായി വ്രജകുലമണിയായി പാർത്തിടട്ടെ ഭജിപ്പോർ കകതളിരൊളിയായി. പാർത്ഥസാരഥ്യരൂപം പാർത്ഥസാരഥ്യരൂപം പാർത്ഥസാരഥ്യരൂപം. നമസ്കാരം ശങ്കരേട്ട. ആദ്യം നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരുപാട് ശങ്കരേട്ടന്മാരുണ്ട്. അപ്പം ശങ്കരേട്ടൻ എന്ന് പറയുമ്പോൾ ഏത് ശങ്കരേട്ടൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം കുറ്റിക്കോൽ ശങ്കരേട്ടൻ എന്നാണ്. അപ്പോൾ ശങ്കരേട്ടൻ്റെ കൂടെ ഈ കുറ്റിക്കോൽ എന്ന നാമധേയം എങ്ങനെ വന്നു? അച്ഛൻ നീലമന ഈശ്വരൻ എമ്പ്രാന്തിരി കുറ്റിക്കോൽ അമ്പലത്തിൽ, അതായത് കുറ്റിക്കോൽ പാർസ്ഥാനത്തി ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് എൻ്റെ ജ്യേഷ്ഠൻ, 2 ചേച്ചിമാർ, ഞാൻ എല്ലാം കുറ്റിക്കോലിലെ സമയത്ത് അവിടെ ജനിച്ചവരാണ്. അച്ഛൻ നീലമന ഈശ്വരൻ എമ്പ്രാന്തിരി, അമ്മ കൈവള്ളൂർ നെടുവപ്പുറത്ത് മേക്കാട്ടിലത്ത് സാവിത്രി അന്തർജനം. എൻ്റെ ചെറുപ്പകാലം കുറ്റിക്കോലിലായിരുന്നു. കാരണം അച്ഛൻ കുറ്റിക്കോൽ അമ്പലത്തിൽ ശാന്തിക്കാരനായിരുന്നു. ഞങ്ങൾ കൗമാരകാലം മുഴുവനും കുറ്റിക്കോലിലായിരുന്നു. 5ാം ക്ലാസ് വരെ പഠിച്ചത്. കുറ്റിക്കോൽ ഇന്നത്തെ കുറ്റിക്കോലല്ല, അന്നത്തെ കുറ്റിക്കോൽ എത്രയോ ദൂരം, അതായത് 12 നാഴിക നടന്നാൽ മാത്രമേ ഒരു ബസ് സൗകര്യമുള്ളൂ. ഒന്ന് കാറെടുക്കാം. ആ കാറെടുക്കാതെ ഇപ്പോൾ മുമ്പേ കാടകം, ഇപ്പോൾ തെക്കുഭാഗത്ത് ചുള്ളിക്കര, ഇത്രയും 12 നാഴിക നടന്നാൽ മാത്രമേ ബസ് സൗകര്യമുള്ളൂ. അപ്പോൾ കൗമാരകാലം മുഴുവനും കുറ്റിക്കോലിലായിരുന്നു. കൗമാരമല്ല, ബാല്യം, യൗവനത്തിൻ്റെ തുടക്കവും കുറ്റിക്കോലിൽ തന്നെയായിരുന്നു. കുറ്റിക്കോലിലാണ് ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചത്. അങ്ങനെ കുറ്റിക്കോൽ എന്നത് ഒരു അമ്മയുടെ സ്ഥാനം വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറ്റിക്കോലിന്. അപ്പോൾ ആ കുറ്റിക്കോലിനോട് ആ ഒരു ആത്മീയ ഐക്യമായിരിക്കണം ഞാൻ കുറ്റിക്കോലിലൊന്ന് ചേർക്കാൻ കാരണം. വളരെ പരിമിതമായ സാഹചര്യങ്ങളായിരുന്നു എന്ന് ശങ്കരേട്ടൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് ഇത്രയും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസമൊക്കെ? ആ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് പറയാമോ? വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുറ്റിക്കോല് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മൾ താമസിച്ച സ്ഥലം. അതിൻ്റെ തൊട്ട് എന്നുവെച്ചാൽ വളരെ അടുത്ത് തന്നെയാണ് സ്കൂൾ. ഒരു 5ാം ക്ലാസ് വരെയാണ് LP സ്കൂൾ. അതുകൊണ്ട് 5ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞാൽ
ബാക്കിയുള്ള 5ാം ക്ലാസ് അന്ന് ഞാൻ പറഞ്ഞല്ലോ എൽ പി 5ാം ക്ലാസ്സാണ്. പിന്നെ ബസ് സൗകര്യമില്ല, മറ്റു സ്കൂളില്ല. കാസർഗോഡ് മാത്രമേ പിന്നെ 7ാം ക്ലാസ് മുതൽക്കുള്ള സ്കൂളുള്ളൂ. 5ാം ക്ലാസ്സിൽ തന്നെ എനിക്ക് കരുവള്ളൂരിലെ ഒരു നാരായണൻ മാഷ്, പിന്നെ ഒരു കൃഷ്ണൻ മാഷ്, അവരെല്ലാം വളരെയധികം താല്പര്യപ്പെട്ട് എൻ്റെ ഉള്ളിൽ പ്രത്യേക സ്നേഹം കൊണ്ടായിരിക്കാം അവരെനിക്ക് ഒരു ട്യൂഷൻ പോലെ തന്ന് കഷ്ടിച്ച് ഇംഗ്ലീഷ് പിന്നെ പേരെഴുതാനും ബോർഡ് വായിക്കാനൊക്കെ വേണം. അല്ലെങ്കിൽ അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ല 5ാം ക്ലാസ്സിൽ. പക്ഷേ അവരുടെ താല്പര്യപ്രകാരം എന്നോട് ഇഷ്ടം കൊണ്ടായിരിക്കാം അത്യാവശ്യം പേരെഴുതാനും മേൽവിലാസം ഇംഗ്ലീഷ് എഴുതാനൊക്കെ വേണം ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. പിന്നെ പനിയാലിൽ ആണ് പിന്നെ പോയി പഠിച്ചത്. പനിയാലിൽ മഹാലിംഗേശ്വര സ്കൂൾ പഠിച്ചു. അവിടെ അപ്പൻ അമ്പലത്തിൽ ശാന്തിയായിരുന്നു. അപ്പോൾ അപ്പൻ്റെ അടുത്ത് താമസിച്ച് നടന്ന UP സ്കൂൾ വിദ്യാഭ്യാസം അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല, ചില സാഹചര്യങ്ങൾ അതിനെ അനുവദിച്ചില്ല. പിന്നെ വിദ്യാഭ്യാസം അവിടെ കഴിഞ്ഞു. പക്ഷേ കുറ്റിക്കോലിൽ താമസിക്കുന്ന സമയത്ത് ഒരവസ്ഥ ചിന്തിക്കണം. വാഹന സൗകര്യമില്ല, എത്രയോ കിലോമീറ്റർ ദൂരമില്ല. ബേക്കലാണ് കുറ്റിക്കോലിൻ്റെ പോസ്റ്റ് ഓഫീസ്. കുറ്റിക്കോൽ അമ്പലത്തേക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ വരുന്ന പോസ്റ്റ് ബേക്കൽ. ആ ബേക്കൽ പോസ്റ്റിൽ നിന്ന് ഒരു പോസ്റ്റ്മാൻ ആഴ്ചയിൽ ഒരിക്കൽ തപാലും കൊണ്ടുവരും. അദ്ദേഹം അമ്പിളിയമ്മാവൻ എന്ന ഒരു മാസിക, അതായത് MG രാമചന്ദ്രൻ ഉണ്ടല്ലോ, പ്രസിദ്ധ സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ MG ചക്രപാണി, മദിരാശി വടവളനി എന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ അമ്പിളിയമ്മാവൻ ഇറങ്ങുന്നുണ്ട്. ആ അമ്പിളിയമ്മാവൻ ഈ പോസ്റ്റ്മാൻ നമുക്ക് താല്പര്യത്തോട് കൊടുത്തത്. അച്ഛൻ ഈ ചോറിന് പൈസ ഒന്നും വാങ്ങില്ല, അത് കൊടുക്കും. ആ ഒരു താല്പര്യം കൊണ്ടോ ഞങ്ങൾ കുട്ടികളോടുള്ള താല്പര്യം കൊണ്ടോ അദ്ദേഹം അത് കൊണ്ടെന്നാൽ ചേച്ചിമാരും ഞാനും അതിന് പിടിയും വലിയാണ് വായിക്കാം. ആ അമ്പിളിയമ്മാവനാണ് എന്നെ വായനയിലേക്ക് നയിച്ചത്. ശങ്കരേട്ടാ, നമ്മൾ മുമ്പ് സംസാരിച്ച സമയത്ത് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ നാടക അനുഭവങ്ങൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തുടങ്ങിയതാണെന്നും പറഞ്ഞു. അപ്പോൾ ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന നാടകാനുഭവങ്ങളെ പറ്റി ഒന്ന് പറയാമോ? അച്ഛൻ നാടക നടനായിരുന്നു. അതായത് ഇന്നത്തെ നാടകമല്ല, നൈഷധം സംഗീത നാടകങ്ങൾ, നൈഷധം, ദേവയാനിചരിതം, രുക്മിണീചരിതം, ഇമാതിരിയുള്ള നാടകത്തിൽ അച്ഛൻ പാടി അഭിനയിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയം ഞാൻ കണ്ടു നന്നായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പകർന്നു കിട്ടിയതാവാം ഒരു നാടകഭ്രമം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കുറ്റിക്കോലിൽ അവിടെ വലിയ കുറച്ച് ചെറുപ്പക്കാരുടെ ഉത്സാഹത്തിൽ ഒരു ഹരിശ്ചന്ദ്രൻ നാടകം പഠിച്ചു. നമ്മുടെ വെള്ളിക്കോത്ത് പുറമര ഏത്തിസൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു അതിൻ്റെ നാടകത്തിൻ്റെ സംഗീതത്തിൻ്റെ പരിപാടി. പിന്നെ അഭിനയത്തിന് ഡയറക്ഷൻ വേറെ ആളാണ്. അപ്പോൾ അന്ന് ഈ കുറ്റിക്കോല് പൗരസമിതി അവതരിപ്പിച്ച ഒരു ഹരിശ്ചന്ദ്രൻ എന്ന നാടകത്തിൽ 10ാമത്തെ വയസ്സിൽ ലോഹിതാക്ഷൻ്റെ വേഷം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറ്റിക്കോലിൽ നിന്ന് കൂടാനത്ത് തറവാട്ടിലേക്ക് ഇടക്കിടക്കെ പോകും. പിന്നെ കുറച്ചു കാലം ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കൂടാൻ തന്നെയായിരുന്നു. ആ സമയത്ത് പെരിയലിൻ്റെ ഓരോ ചെറുപ്പക്കാർ, എൻ്റെ അപ്പൻ്റെ മകനടക്കം, അദ്ദേഹമില്ല അടക്കം ഭൂമിയിലെ മലാഖ എന്ന CN ജോസിൻ്റെ നാടകം അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ചെറിയൊരു വേഷം ഞാൻ കൈകാര്യം ചെയ്തു. പിന്നെ കുറ്റിക്കോലിൽ തന്നെ ഈ ഹരിശ്ചന്ദ്രന് ശേഷം ഈ ദാഹം രക്തത്തിലാണ് എന്ന ഒരു വിപ്ലവകരമായ ഒരു നാടകം, കാർഷിക വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് മോചനം എന്നൊക്കെ അർത്ഥമാക്കാൻ പറ്റുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു. ഈ ദാഹം രക്തത്തിലാണ്. അതിലും ഒരു ഭാഗം അഭിനയിച്ചു. അതിൽ പിന്നെ ഇപ്പോൾ മരിച്ചുപോയ കുറ്റിക്കോല് സ്കൂൾ മാഷായ മുന്നാട് അധ്യാപകനായിരുന്ന എൻ്റെ മാഷ് മുതലായവർ, പിന്നെ മരിച്ചുപോയ MLA P രാഘവൻ, ഇവരൊക്കെ അതിൽ അഭിനേതാക്കളായിരുന്നു. ശങ്കരേട്ടൻ നേരത്തെ പറഞ്ഞു UP വിഭാഗത്തിൽ പോയി ചേർന്നു പനിയാലിൽ. അവിടെ നിന്ന് ആ വിദ്യാഭ്യാസം പാതി വഴി ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനുശേഷം അങ്ങ് എന്തിലേക്കാണ് തിരിഞ്ഞത്, അല്ലെങ്കിൽ ഏത് മേഖലയിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്? അത് പറയാൻ കൂടാനത്ത് തറവാടും ഏർപ്പാടും കുറ്റിക്കോല് അച്ഛൻ ശാന്തി, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൂടാനത്ത് വരും. അതായത് മുത്തച്ഛൻ അവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെന്ന്, അദ്ദേഹം നാരായണൻ നമ്പ്രാന്തി. അപ്പോൾ
അതിനുശേഷം ഏട്ടനുമുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി അവനെ അച്ഛനെ സഹായിച്ചുകൊണ്ട് ശാന്തിവൃത്തിയും തന്നെ വായനശാലയിൽ പുസ്തകം എടുത്ത് വായിക്കുന്ന ഒരു വലിയ കമ്പായിരുന്നു. പിന്നെ ഒരു കൃഷ്ണമാരാർ വന്നപ്പോൾ എൻ്റെ പിന്നെ നൃത്ത പഠന നിർദ്ദേശ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. സാധാരണ ഈ കർക്കിടക മാസത്തിലാണ് ഈ നൃത്ത പഠനത്തിൻ്റെ കാലം. അങ്ങനെ കുട്ടി പഠിച്ച് പിന്നീട് വിഷ്ണുമംഗലം കൃഷ്ണമാരാർ വരുത്തി അദ്ദേഹത്തിൻ്റെ കീഴിൽ അഭ്യസിച്ചിട്ടാണ് കുറ്റിക്കോലിൽ വെച്ചിട്ടാണ് തിടമ്പനൃത്തം അരങ്ങേറ്റമുണ്ടായത്. കാസർഗോഡ് ജില്ലയിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു നൃത്തമാണ് തിടമ്പ് നൃത്തം. തിടമ്പ് നൃത്ത രംഗത്ത് അങ്ങയുടേതായ കാൽപ്പാടുകൾ പതിപ്പിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇതിനൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സഹായം ആവശ്യമാണ്. ഇപ്പോൾ ശങ്കരേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? വേളി കഴിഞ്ഞത് എപ്പോഴാണ്, മക്കൾ സഹോദരങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അവരെങ്ങനെയാണ് കലാരംഗത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോത്സാഹനമായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞതും ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കുടുംബത്തെ ഒരു ആധികാരികമായിട്ടോ അടിസ്ഥാനപരമായിട്ടോ ആ കലകളിൽ ആണ്ടിറങ്ങിയവരല്ലെങ്കിലും വലിയേട്ടൻ അസ്ഥലായിട്ട് ഓടക്കുഴൽ വായിക്കും. അദ്ദേഹം പഠിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹം ഇപ്പോഴില്ല. അദ്ദേഹത്തിൻ്റെ നേരെ ഇപ്പോൾ മധുരക്കാട്ട് താമസിക്കുന്ന മാധവൻ നമ്പ്രാതിരി വർഷം. അദ്ദേഹം നന്നായിട്ട് വരക്കും, നല്ല അഭിനേതാവും കൂടിയാണ്. അദ്ദേഹം ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അഭിനയിച്ച ശ്രീരാമ കഥ, പിന്നെ ഒരു വലിയൊരു വസിഷ്ഠ മഹർഷിയുടെ ചിത്രം ആയിട്ട് അന്ന് എടുത്ത് സൂക്ഷിച്ച ഫോട്ടോ ഇന്നും കൂടി. അപ്പോൾ കലാകാരന്മാർ നീലമൻ തറവാട്ടിൽ അന്നും ഇന്നും ഉണ്ട്. എൻ്റെ അനിയൻ നന്നായിട്ട് ചന്ദനം ചാട്ടും, അനിയനിപ്പോൾ ഇല്ല. പിന്നെ കുറ്റിക്കോലിൻ്റെ പിന്നെ ഒരു ഏട്ടൻ്റെ മകൻ ഉണ്ണികൃഷ്ണൻ നല്ലൊരു ഗായകനാണ്, സംഗീത സംവിധായകനും കൂടിയാണ്. അപ്പോൾ കുടുംബത്തിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് എന്ന് പറഞ്ഞു, പല മേഖലകളിലുമാണെന്ന് പറഞ്ഞു, വ്യത്യസ്ത മേഖലകളിൽ. അവരൊക്കെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ഈ കലയെ കൊണ്ടു നടക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രശസ്തിക്കായിട്ട് പരിശ്രമിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? ശങ്കരേട്ടൻ എങ്ങനെയായിരുന്നു അതിനുള്ള ഒരു പ്രോത്സാഹനം കിട്ടിയത്? എനിക്ക് നൃത്തത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പിന്നെ ചെറുതാഴം വരെ എനിക്ക് നൃത്തം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൂടാനത്ത് അച്ഛനെ സഹായിച്ചും കൊണ്ട് കുറച്ചു കാലം തറവാട് ഭരണം കാർഷിക വൃത്തിയായിട്ടും അമ്പലത്തിൽ കഴിഞ്ഞ കാലത്തായിരുന്നു എൻ്റെ വിവാഹം ഉണ്ടായത്. അതായത് 29ാമത്തെ വയസ്സിൽ. അത് പഴനെല്ലി ഇടമന ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരിയുടെ മകൾ ഗൗരി എന്നത് ആണ് എൻ്റെ ഭാര്യ. പഴനെല്ലി പെട്ടെന്ന് പഴനെല്ലി ഇടവനയിലത്ത് ഗൗരി എന്തരത്തിനാണ് ഭാര്യ. മക്കൾ മൂത്തവൾ രാധ, രണ്ടാമത്തെ ഹേമലത, മൂന്നാമത്തെ മകൻ രമേശ്. തിടമ്പ് നൃത്ത രംഗത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കുടുംബത്തിലെ സഹോദരങ്ങൾ പല കലകളിൽ പ്രാവീണ്യമുള്ളവരാണ് എന്നും പറഞ്ഞു. ഞങ്ങൾ ശങ്കരേട്ടനെ കൂടുതലും അറിയുന്നത് ഒരു കവിയായിട്ടാണ്. എങ്ങനെയാണ് കവിതാ രംഗത്തേക്ക് വന്നത്, അതിനുള്ള പ്രോത്സാഹനം, അതിന് പറ്റിയ സാഹചര്യങ്ങൾ, ഇതൊക്കെ കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്പിളിമാവൻ്റെ വായന, അതിൽ ചില കവിതകൾ എത്രയോ എനിക്ക് 8 വയസ്സാകുമ്പോൾ വായിച്ച കവിതകളൊക്കെ ഇപ്പോഴും ഓർമ്മ, കുട്ടിക്കവിതകൾ. ആ കവിതകൾ അന്ന് വായിക്കുമ്പോൾ അത് അത്ര ചെറിയ പ്രായത്തിലാകുമ്പോഴും അത് ഉള്ളിലൊരു പ്രത്യേക എന്താ പറയട്ടെ ഒരു അല ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വായിച്ച് കഴിയുമ്പോൾ അത് അടങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഉള്ളിൽ നിന്ന് പിന്നെ കെട്ടുപോയിട്ടില്ല. അത് കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ കൂടാനത്ത് താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് അത് ശ്ലോകരൂപത്തിലാണ് വന്നത്. അതായത് കൂടാനം എന്ന് പറഞ്ഞ കുഴിഞ്ഞ സ്ഥലത്തിനെ പറ്റിയിട്ടൊരു ശ്ലോകം ഓർമ്മയുണ്ട്. അത് ഇതുവരെ എഴുതി വെച്ചിട്ടില്ല. അത്രയും ചെറിയ പ്രായത്തിൽ നാവിൽ ഉദിച്ച ആ ശ്ലോകം ഇന്നും മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അമ്പിളിയമ്മാവൻ എന്ന മാസിക വായിച്ച അതിലത്തെ കുട്ടിക്കവിതകൾ നർമ്മം തുളുമ്പുന്നതും അർത്ഥവത്വമായ കവിതകളായിരുന്നു. അത് ആ വായന എവിടെ പോയെങ്കിൽ അത് ഉള്ളിലുണ്ടാക്കിയ അല അടങ്ങിയിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഒരു 17 വയസ്സുള്ള സമയത്താണ് കൂടാനത്തിൽ നിന്ന് ആദ്യം കവിത
നാവിൽ ഉദിച്ചത്. അത് ഒരു ശ്ലോക രൂപത്തിൽ. ചുറ്റും വൻമതിൽ പോലെ നല്ല ചെറുമൊട്ടക്കുന്നുണ്ടൊട്ടതിൽ ചുറ്റിത്താണൊഴുകുന്ന കൊച്ചരുവിയും കൽക്കൂട്ടവും കാടുമായി പറ്റും നൽ കൃഷിഭൂമി 3 വിളയായി ചെയ്യുന്ന നെൽപ്പാടവും കറ്റക്കാർ വേണിയാളമ്പതി ഹരിവിലസം ക്ഷേത്രവും മധ്യഭാഗേ ഉറ്റോരില്ലാതവർക്കങ്ങ് അഭയമരുളിടും വിഷ്ണുതൻ ഘോരരൂപം ചുറ്റും വാണരുളുന്ന പള്ളിയറയും കാണുവശേ ഭംഗിയായി ഇത്തം കൂടാനവാക്യം സ്ഥലമതി വിരസം ചിത്രം ഓരോന്നു ചൊല്ലാൻ പാർത്താൽ ഞാൻ ശക്തനല്ലി പ്രകൃതി വികൃതികൾ ചൊല്ലിടാനാവതാമോ. ഗംഭീരായിരിക്കുന്നു ശങ്കരേട്ട. 17ാമത്തെ വയസ്സിൽ ചിത്ര താളനിബദ്ധവും വൃത്തനിബദ്ധവുമായിട്ടുള്ള കവിത രചിക്കാൻ, അതും ആദ്യ ശ്ലോകം രചിക്കാൻ കഴിഞ്ഞു എന്നതിൽ തന്നെ അങ്ങയുടെ കാവ്യ രചനയിലെ വൈഭവം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെ ഈ കവിത എഴുത്ത് പിന്നീട് തുടരുകയുണ്ടായോ? ഇതാരെങ്കിലുമൊക്കെ കാണിച്ചിരുന്നോ? പ്രസിദ്ധീകരണത്തിന് അയച്ചിരുന്നോ? അതിനെപ്പറ്റി, അതായത് കുറ്റിക്കോൾ ശങ്കരൻ ഉമ്രാന്തിരി എന്ന കവിയുടെ കാവ്യലോകത്തെക്കുറിച്ച് ഒന്ന് പറയാം. വാസ്തവത്തിൽ അന്ന് കവിത എന്നോട് ഇത്രയും പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. പക്ഷേ ഞാൻ പിന്നീട് കവിതയെ കണ്ട ഭാവം നടത്തില്ല എന്നുള്ള തെറ്റ് എനിക്ക് പറ്റി. അതിനുശേഷം ഞാൻ കവിത എഴുതിയിട്ടേയില്ല. ഈ ഒരു ശ്ലോകത്തിന് ശേഷം പിന്നെ ഒരു എന്നുവെച്ചാൽ ഇതുമാതിരി തന്നെ എഴുതാത്ത ഒരു, അതും വൃത്തനിബദ്ധം തന്നെ, അനുഷ്ഠൂപ വൃത്തത്തിൽ. അത് കുറ്റിക്കോലിൽ ഈ ശ്ലോകത്തിന് ശേഷം കുറ്റിക്കോലിൽ പോയപ്പോൾ അവിടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പള്ളിയറയിലും വിളക്ക് വെക്കാൻ പോകണം. സന്ധ്യയ്ക്ക് എന്ന് വെച്ചാൽ ഏകദേശം അസ്തമാന സൂര്യൻ്റെ സമയത്താണ് അങ്ങോട്ട് പോയി. പടിഞ്ഞാറോട്ടാണ് നടന്നു പോകേണ്ടത്. അപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷം, പിന്നെ ഇങ്ങനെ കടൽ കാണാം. അതായത് ശോണാർക്കൻ്റെ പിന്നെ രശ്മികൾ ഈ കാടിൽ പതിയുന്നത് കാണുമ്പോൾ എഴുതിയ അനുഷ്ഠൂപവൃത്തത്തിൽ എഴുതിയ കവിത: പച്ചക്കാട്ടുപന്തയ്ക്കങ്ങുച്ചിയിൽ കുങ്കുമപ്പൊടി മെച്ചമായി വിതറിയിടുന്നു നിശ്ചയം ചോടിതാക്കനും ധീരനാകും ഉദയനൻ്റെ വീരമേറുന്നുറവിയോ നീട്ടിവെച്ചതുപോൽ തോന്നും നോക്കുകയിൽ പശ്ചിമാമ്പരം. ഈ ഒരു കവിത രണ്ടാമത്തതാണ്. പിന്നീട് ഈ കവിതയ്ക്ക് ശേഷം കുറച്ചു കാലം എഴുത്തുണ്ടായിട്ടില്ല. അതായത് കവിത എന്നെ തഴുകിയിട്ട് അങ്ങോട്ട് കടന്നു പോയതല്ലാതെ പിന്നീട് എന്നെ നോക്കിയില്ല, ഞാൻ കവിതയും ശ്രദ്ധിച്ചില്ല. പിന്നെ വിവാഹശേഷം 80കളിലാണ് വീണ്ടും എഴുത്ത് തുടങ്ങുന്നത്. ആ എഴുത്ത് കുറച്ച് ഗൗരവത്തിൽ തന്നെ തുടങ്ങി. കുട്ടികളും തിരക്കെല്ലാം ഉണ്ടെങ്കിലും എന്നാലും ഞാൻ കടന്നു വരുമെന്നല്ല, അല്ലെങ്കിൽ കവിത കടന്നു വരാൻ തുടങ്ങി. ആ കവിതകൾ പ്രസിദ്ധീകരണശാലകൾക്ക് അയച്ചു. ഗൗരവമായിട്ട് എഴുത്ത് തുടങ്ങി, എഴുതി. എല്ലാ തിരക്കുണ്ടെങ്കിലും കവിത എന്നെ വിടാതെ പിന്തുടർന്നു. കവിത എന്നെ ആശ്ലേഷിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ആ സമയത്ത് എഴുതിയത് ഭീഷണം വാരാന്ത വകുപ്പിൽ അയച്ചു കൊടുത്തു. പലതിക്കലും അയച്ചു കൊടുക്കുന്നതിന് വടക്കത്തപ്പാരി കൊണ്ടുതന്നെ വരും. അതായത് കവറങ്ങോട്ട് വെച്ചിട്ട് വേണം അയക്കാൻ. അങ്ങനെ ഭീഷണം പത്രാധിപർ നല്ല വിധം പ്രോത്സാഹിപ്പിച്ചു. കവിയരങ്ങിൽ പിന്നെ കാസർഗോഡ് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കവിയരങ്ങിൽ സംഗമിച്ചു. വലിയ വലിയ കവികളായിട്ട് പിന്നെ സമ്പർക്കമുണ്ടായി. കുഞ്ഞുണ്ണി മാഷ്, പിന്നെ പാലാനാരായണൻ നായർ, അവരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അവരുടെയെല്ലാം സ്ഥാനം ഉയർച്ചയൊക്കെ കണ്ടാൽ ഞാൻ എത്രയോ താഴെയാണ്. എന്നാലും അവരൊക്കെ നന്നായിട്ട് വിനയത്തോടെ പ്രോത്സാഹിപ്പിച്ചവരാണ് ആ കവികൾ. നിരവധി കവിതകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്. പാലാനാരായണൻ നായരെ പോലെയും കുഞ്ഞുണ്ണി മാഷെ പോലെയുള്ള പ്രശസ്ത കവികളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിരുന്നു. കവിയരങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. കവിതകളെ പറ്റി ഇപ്പോൾ പറഞ്ഞു. ഇതല്ലാതെ മറ്റ് ഗാനശാഖകൾ, അതായത് ഭക്തിഗാനം, നാടകഗാനം, ഇവയിലൊക്കെ എഴുതിയിട്ടുണ്ട് എന്നറിയാം. എങ്ങനെയായിരുന്നു ആ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ കാർഷികവൃത്തിയായിട്ട് കുറ്റിക്കോലിൻ്റെ കുറച്ച് തെക്ക് ഭാഗത്ത് തേരിപ്പാടി എന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയത്താണ് കൂടുതൽ എഴുത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ പ്രസിഡന്റും ഭാരവാഹിയൊക്കെ ആയിട്ട് 12 ഗ്രന്ഥാലയങ്ങൾ, കലാസമിതികൾ, അവരൊക്കെ നാട്ടുകാരെന്ന് പാടി അഭിനയിച്ചു. ഞാനത് അഭിനയിച്ചിട്ടില്ല. പക്ഷേ അന്ന് എഴുത്തിലായിരുന്നു ഭ്രമം. അന്ന് ഒരു ഹരിശ്ചന്ദ്രൻ നാടകത്തിൽ മുഴുവൻ പാട്ടും ഞാൻ എഴുതി.
രാഷ്ട്രീയ വൃത്തിയായിട്ട് ചേരിപ്പാടി എന്ന സ്ഥലത്ത് കുറ്റിക്കോലിലേക്ക് ഭാഗത്ത് അവിടെ താമസിക്കുന്ന സമയത്താണ് കൂടുതൽ എഴുത്തുണ്ടായിട്ടുള്ളത്. അവിടെ പിന്നെ എൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായ കലാസമിതികൾ നാടകം അഭിനയിക്കുന്ന സമയത്ത് ഹരിശ്ചന്ദ്രൻ എന്ന നാടകത്തിൽ മുഴുവൻ പാട്ടും ഞാൻ എഴുതി. അതിന് ശേഷം ഭക്തിഗാന കാസറ്റുകൾ ഇറക്കി. കുറ്റിക്കോലപ്പനെ പറ്റിയിട്ട് പാട്ട് എഴുതി. പിന്നെ കുറ്റിക്കോലിൽ തന്നെ തമ്പുരാട്ടി ഭഗവതി ക്ഷേത്രത്തിനെ പറ്റി ഭക്തിഗാനം മഞ്ഞക്കുറയുന്നില്ല. പിന്നെ കല്ലിയോട്ട് ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാകലോത്സവ സമയത്ത് അവിടെ മുഴുവൻ പാട്ട് കാഞ്ഞങ്ങാട് രാമൻ സംവിധാനം ചെയ്ത് പാടി അതിന് എല്ലാം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ശങ്കരേട്ടൻ ഇപ്പോ സ്വാഗത ശങ്കരേട്ടൻ ഇപ്പോ ഭക്തിഗാനങ്ങള് നാടകഗാനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ഈ അടുത്ത് സംസ്ഥാന യോഗക്ഷേമ സഭയുടെ സ്വാഗത ഗാനം അത് രചിച്ചത് കുറ്റിക്കോൽ ശങ്കരേട്ടനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കരേട്ടൻ അതല്ലാതെ വേറെ ഈ സ്വാഗത ഗാനങ്ങളോ ഇതുപോലെ അവതരണ ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, ഏതെങ്കിലും ഉത്സവങ്ങളോട് ബന്ധപ്പെട്ട് ഉള്ള ഗാനങ്ങൾ അങ്ങനെയുള്ള രചനയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അതിനു മുൻപേ നാടകത്തിന് അവതരണാനുമതി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ കുണ്ടമുടി അമ്പലത്തിൽ പഞ്ചാക്ഷരം എന്ന ഭക്തിഗാന കാസറ്റ് കാഞ്ഞങ്ങാട് സംവിധാനം ചെയ്ത് കുറ്റിക്കോലി ഉണ്ണികൃഷ്ണൻ അടക്കം പാടി അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അരിയാക്കിൽ അമ്പലത്തിൽ രുദ്രദേവസം എന്ന ഒരു കീർത്തനം എഴുതി സമർപ്പിച്ചിട്ടുണ്ട്. സുവർണവരി ക്ഷേത്രത്തിൽ ഹരേ പാഹിമ എന്ന ഒരു സ്തുതിഗീതം അവർ ഈ അരിയാക്കലും സുവർണവരി ക്ഷേത്രത്തിൽ ഒരു നിത്യം അത് രാവിലെ പുലർച്ചയ്ക്ക് അത് വെക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ചെറുപ്പകാലങ്ങളിലെ വായന എനിക്ക് തോന്നുന്നു അമ്പിളി അമ്മാവൻ എന്ന പുസ്തകത്തിൽ തുടങ്ങിയ വായന ശങ്കരേട്ടൻ്റെ വായനാ ജീവിതം വളരെ ബാഹുല്യമേറിയതായിരുന്നു, വളരെ വിശാലമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ കാവ്യരചന, കാവ്യലോകത്തെ പറ്റി പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും അവാർഡുകൾ, മറ്റ് അംഗീകാരങ്ങൾ ശങ്കരേട്ടൻ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? 80 മുതൽ എഴുത്ത് ഗൗരവമായി എടുക്കുകയും അത് മിക്കവാറും പല ആനുകാലികങ്ങൾ പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ എഴുതിയത് 2001 സമാഹരിച്ചുകൊണ്ട് അന്തസംഗീതം എന്ന ഒരു കവിതാ സമാഹാരം പുറത്തിറക്കി. അത് കാസർഗോഡ് സാഹിത്യവേദിയാണ് എന്നെ സഹായിച്ചത്. 80 മുതൽക്ക് ഗൗരവമായി എഴുതിയ പല കവിതകളും ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചതും അല്ലാത്തതുമായ കൃതികൾ ശേഖരിച്ച് അന്തസംഗീതം എന്ന ഒരു കവിതാ സമാഹാരം കുറ്റിക്കോൽ നെരൂദ ബുക്സിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് സാഹിത്യവേദി അന്നത്തെ ജില്ലാ കളക്ടർ രാജനാരായണസ്വാമി പ്രകാശനം ചെയ്യുകയുണ്ടായി 2001. ആ കൃതിക്ക് 2007 കുഞ്ചൻ നമ്പ്യാർ സ്മാരക കവിതാ പുരസ്കാരം സിദ്ധിക്കുകയുണ്ടായി. ഈ ശ്ലോകങ്ങൾക്കുള്ളത് കവന കൗതുകം എന്ന തൃശ്ശൂർ നടക്കുന്ന മാസിക 2015 മുക്തകം പുരസ്കാരം വരികയുണ്ടായി. ശങ്കരേട്ടന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി എന്നറിയൊരു സന്തോഷം. അതിനേക്കാളൊക്കെ ഞങ്ങൾ പലപ്പോഴും ശങ്കരേട്ടൻ്റെ പേര് കാണുന്നത് മിക്കവാറും മാതൃഭൂമി പത്രങ്ങളിൽ ഉൾപ്പെടെ പല പത്രങ്ങളിലും പ്രതികരിക്കുന്ന കത്തുകളിലൂടെയാണ്. കത്തുകൾ ഒരുപാട് പല വിഷയങ്ങളിൽ, സമൂഹത്തെ സംബന്ധിക്കുന്ന പല വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതായിട്ട് കുറ്റിക്കോൽ ശങ്കര നമ്പ്രാന്തിരിയുടെ കത്ത് മിക്ക പ്രതികരണ വേദിയിലും കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കത്തെഴുത്തിലേക്ക് വന്നത്? അതിനെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ, അതായത് ആ പ്രതികരണങ്ങൾക്ക് എന്തെങ്കിലും ഫലം ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാതൃഭൂമി പത്രത്തിൽ എഴുതാൻ കാരണം കരിമ്പം KP രാജീവൻ സ്ഥിരം പ്രതികരിക്കുന്ന ആളാണ്. അതായത് സമൂഹത്തെ ഉണർത്തുന്ന എഴുത്താണ് അദ്ദേഹത്തിന്. അതായത് എന്ത് തെറ്റുണ്ടെങ്കിൽ അത് സധൈര്യം വിളിച്ചു പറയുന്ന ഒരാളാണ് KP രാജീവൻ. കരിമ്പം KP രാജീവൻ അദ്ദേഹം എഴുത്ത് നിർത്തി. എങ്കിലും ഒന്നിന് ഈ പ്രതികരണത്തിനൊന്നും യാതൊരു പ്രതിവിധിയോ നിർത്തി. അത്തരം എഴുത്ത് കണ്ട പ്രചോദനത്തിൽ നിന്നാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. അതായത് സമൂഹത്തെ ഉണർത്തുന്നതാവണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വിയോജിപ്പ് അറിയിക്കുന്നതാവണം എഴുത്ത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് എഴുതാൻ തുടങ്ങിയത്. കൂടുതൽ വന്നിട്ടുണ്ട്. മാതൃഭൂമി വാരാന്ത്യപതിപ്പിലും അതിൽ വന്ന രചനയെ പറ്റിയിട്ടതാണ്. ഇപ്പോൾ ശങ്കരേട്ടനോട് സംസാരിച്ചപ്പോൾ അത്ഭുതം തോന്നുന്നു. കാരണം ഒരു മേഖലയിലല്ല, തിടമ്പ് നൃത്തം,
കവിത എഴുതുന്നു, കാവ്യ രചനയിൽ ഏർപ്പെടുന്നു, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നു, നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, നാടക ഗാനങ്ങൾ, ഭക്തി ഗാനങ്ങൾ, എനിക്ക് തോന്നുന്നു വിപ്ലവകരമായിട്ടുള്ള ഇത് അടിസ്ഥാനപ്പെടുത്തിയ നാടകത്തിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ബ്രാഹ്മണ സമുദായ അംഗം എന്ന നിലയിൽ വളരെ പണ്ട് കാലത്ത് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇന്നത്തെ കാലത്ത് ഈ ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരുപാട് കാലം മുൻപാണ് താങ്കൾ ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ ഏതെങ്കിലും കോണിൽ നിന്ന് നേരിട്ടുണ്ടോ, അതോ ഇതിനൊരു പ്രോത്സാഹനം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? ചോദ്യം വളരെ അർത്ഥവത്ത്. ഞാൻ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും ആണ് ഇതിൻ്റെ ചോദ്യം. ഈ പ്രതികരണ പകുതിയിൽ എഴുതിയതിൻ്റെ പേരിൽ പിന്നെ ശരിക്കും വന്ന് എന്നെ അങ്ങനെ നിങ്ങൾ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചവരുണ്ട്. മനസ്സിലായി? അത് ഈ പറഞ്ഞത് യാഥാർത്ഥ്യം. കാരണം ഉള്ളത് പറഞ്ഞാൽ ആർക്കും ദേഷ്യം വരുമെന്നൊരു പറഞ്ഞുണ്ടല്ലോ. അങ്ങനെ ഭീഷണിയുടെ സ്വരം തന്നെ. പിന്നെ ഈ ആന എഴുന്നതിനെ പറ്റി ചോദിച്ചുകഴിഞ്ഞാൽ എഴുതി. കാരണം ഈ ഉത്സവത്തിനൊക്കെ ആന എഴുന്നേറ്റ് ഈ ശബ്ദം, വെളിച്ചം, ആളതിരക്ക്, ഈ തിരക്കിലുള്ള ആനക്ക് പിന്നെ ദ്രോഹം അതിന് ക്ഷമയെത്തി പോകും. അപ്പോൾ അതൊന്നും അനങ്ങിയാൽ എത്രയോ നാശനഷ്ടം വരുത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ ആന എഴുന്നേൽപ്പിനെതിരായിട്ട് ഞാൻ എഴുതിയപ്പോൾ ഒന്ന് രണ്ടാൾ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ആനയില്ലാത്ത ഉത്സവം എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിക്കൊരു അവരുണ്ടായി. അതേസമയത്ത് കൂടുതൽ എനിക്ക് പിന്നെ പ്രോത്സാഹനമാണ് ഉണ്ടാക്കിയത്. നവീകരണങ്ങൾക്ക് പലപ്പോഴും ഭീഷണികൾ നേരിടുക അല്ലെങ്കിൽ അതിനൊരു വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കറിയാം, പണ്ട് കാലത്ത് നാടകത്തിൽ അഭിനയിക്കുന്നതൊക്കെ വളരെയധികം എതിർപ്പ് നേരിട്ടിട്ടുണ്ട് പലരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു ബ്രാഹ്മണ സമുദായ അംഗമായ താങ്കൾ ഇതുപോലുള്ള വിപ്ലവകരമായിട്ടുള്ള നാടകങ്ങളിലും മറ്റും അഭിനയിക്കുന്ന കാലത്ത് നമ്മുടെ സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ എതിർപ്പിനെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അത് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നു? അതിൻ്റെ രചനയുടെ പുറകിലുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? അത് മാതൃഭൂമി പത്രത്തിൽ കുടുംബക്ഷേമ ബോധവൽക്കരണം എന്നുള്ള നിലക്ക് സർക്കാരിൻ്റെ ഒരു പരസ്യം കണ്ടു. ഓട്ടനുള്ളിൽ വില്ലിച്ചാമ്പാട്ട് കഥാപ്രസംഗം 3 ഐറ്റത്തിൽ കുടുംബക്ഷേമ ബോധവൽക്കരണം. അത് പത്രത്തിൽ കണ്ടപ്പോൾ ഞാനൊന്ന് എഴുതിയിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് സമർപ്പിച്ചു. അദ്ദേഹം അത് തിരുവനന്തപുരത്തേക്ക് അയച്ച് അതിന് സാങ്ഷൻ കിട്ടിയപ്പോൾ അത് അവതരിപ്പിക്കണം. അതിന് ബാധ്യസ്ഥരാണ്. അതിനിപ്പോൾ സ്റ്റേജിന് കണക്കായിട്ട് പൈസ തരും. അങ്ങനെ കുട്ടമത്തെ ജനാർദ്ദൻ ആ കുടുംബക്ഷേമ ബോധവൽക്കരണ ഓട്ടനുള്ളിൽ കുടുംബതല മുതൽ അടൂർ വരെ 48 സ്റ്റേജിൽ 2009 വിടംബ നൃത്ത കലാകാരനും കവി, ഭക്തിഗാനങ്ങളുടെയും നാടകഗാനങ്ങളുടെയും രചയിതാവ്, അങ്ങനെ പല മേഖലകളിൽ പ്രശസ്തനായ കുറ്റിക്കോൾ ശങ്കരനമ്പ്രാന്തിരിയുടെ ജീവിത വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞു. പ്രകൃതി സൗന്ദര്യം കൊണ്ടും ഭാഷാ വൈവിധ്യം കൊണ്ടും തെയ്യങ്ങളുടെയും പൂരക്കളിയുടെയും പോലെയുള്ള സാംസ്കാരിക തനിമ കൊണ്ടും സമൃദ്ധമായ കാസർഗോഡ് ജില്ലയിൽ ഇതുപോലെ അറിയപ്പെടാത്ത അനേകം പ്രതിഭകളുണ്ട്. അത്തരം പ്രതിഭകളെ ചിത്രാഞ്ജലി ആർട്സിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചിത്രാഞ്ജലിയോടൊപ്പം ഞാൻ ബിന്ദു മരങ്ങാട്. നന്ദി, നമസ്കാരം.